ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വർത്താനം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ സ്കൂളൊക്കെ അല്ലേ ഒരു ഡേ മൈ ലൈഫൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ ഇന്നിപ്പോൾ ഒരാളും കൂടി ഉണ്ടേ. ഞാൻ 4:30 നീച്ചു, 4:45 നീച്ചു. അത് കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ എൻ്റെ ബോഡി ഗാർഡാണ് എന്നെ ചുറ്റിപ്പറ്റി ഞാൻ പോണിയിലൊക്കെ ഓനുണ്ട്. അപ്പോൾ ആദ്യം മുട്ട പുഴുങ്ങാൻ വെക്കേ. ഇന്നാണെങ്കിൽ കറണ്ട് വന്നും പോയും അങ്ങനെ ഒരു ദിവസം കേട്ടോ. പിന്നെ രാവിലെ നീച്ച പാടത്തിന് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട്, അങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പോൾ കുറച്ച് നേരമായി വന്നപ്പോൾ അപ്പോൾ ഞാൻ വേഗം മുട്ടയ്ക്ക് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണേ. സംഗതി അടുപ്പ് രണ്ടും ബുക്കിടാണ് കേട്ടോ. അപ്പം മുട്ട തൽക്കാലം നമുക്ക് എഗ്ഗ് ബോയിലറിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം ഞാൻ ഒരു മീഡിയത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യമുള്ള മുട്ട വെച്ചു കൊടുത്തു. അടച്ച് വെച്ച് കൊടുക്കുക. സ്വിച്ച് ഓൺ ആക്കി കൊടുത്താൽ അത് താനേ അവിടെ കിടന്ന് വെന്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. പിന്നെ പഴം കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിയമോക്കും മജുവിനും വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മുട്ടയും പഴം പുഴുങ്ങണത് കേട്ടോ. അപ്പം ഇനി മുട്ട വെന്തിട്ട് ആ കെറ്റിൽ തന്നെ എഗ്ഗ് ബോയിലറിൽ തന്നെ പഴം വേവിച്ചാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ അട, അതേപോലെ തന്നെ എലി പരത്തി, അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ പറയുക. ആ ഒരു സാധനമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ 2 വട്ടം കറണ്ട് പോയി വന്നാണ് മുട്ട ഒന്ന് റെഡിയായി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒരു കൊട്ട തേങ്ങ ഉണ്ടേനു. അതിൻ്റെ ഒരു പീസാണ് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ട് നിന്നത്. അത് ഞാൻ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടേ ചെറുതായിട്ടൊന്നിങ്ങനെ തേങ്ങേൻ്റെ ആ പരുവത്തിനാക്കിയിട്ട് അങ്ങനെ അതിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കുഴച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേന് നമ്മളെ മുട്ട വെന്ത് തന്നിട്ടുണ്ടേനി. ഇനിയിപ്പോൾ പഴം വേവിക്കാൻ വീണ്ടും നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പഴം ഞാൻ ഈ 4 കള്ളികളിൽ ഓരോന്നിട്ട് കണ്ടാണ് ഒരു പഴം വേവിച്ചെടുക്കണത് കേട്ടോ. അപ്പം ഞാൻ അത് അവിടെ കിടന്ന് ബന്ധോളും. അപ്പോൾ തന്നെ നമ്മൾ ബാക്കി പണികൾ എടുക്കാം. അപ്പോൾ അതാ ഞാൻ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ. ഞാനിതിന് പറയുന്ന പേര് പ്ലാസ്റ്റിക് അപ്പം എന്നാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ഇത് പ്ലാസ്റ്റിക് കവറിലാണ് പരത്തുക. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പേരിടൽ പ്ലാസ്റ്റിക് അപ്പം എന്നാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമുള്ള പേരിടാലോ അങ്ങനെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുമ്പും കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് കാലമായിട്ട് ഞാനിത് ഉണ്ടാക്കലില്ല. എന്നാലും ഉണ്ടാക്കിക്കണം കേട്ടോ. 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. എന്നിട്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ കൈക്ക് എടുത്തിട്ട് ഈ ചട്ടിക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒന്ന് ആ ചട്ടിയിലായി വരുമ്പോഴത്തേന് രണ്ടാമത്തെ ഇവിടെ ഇങ്ങനെ ഞാൻ പരത്തി റെഡിയാക്കി വെക്കും. ആൾ ഇറങ്ങും, ഇയാൾ കയറും. അപ്പോഴത്തേന് വീണ്ടും വേറൊരാളെ ഞാൻ പരത്തി വെക്കും. അങ്ങനെ അതിൻ്റെ അടുക്ക് ഒരു പഴം വെന്തിക്കണേ. അപ്പോൾ എനിക്ക് തോന്നി അത് ഉണ്ടായില്ലെങ്കിലോ വെച്ചിട്ട് ഞാൻ ഒരു പഴം കൂടി പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ്, ഹാർഡ്, മീഡിയം ഈ 3 ലെവലിൽ വെള്ളം വെച്ച് കണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ മീഡിയത്തിലാണ് വെച്ചത്, പറ്റ സോഫ്റ്റും അല്ല അങ്ങനെ. അപ്പോൾ കുഞ്ഞുട്ടിക്കുള്ളത് റെഡി ആയിക്കണം കേട്ടോ. ഇന്നലത്തെ ബീഫ് ഉണ്ടേനി വരട്ടിയത്. അപ്പോൾ അതും കൂട്ടിയിട്ട് കുഞ്ഞുട്ടിക്ക് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ മുട്ടയ്ക്ക് ഒരിത്തിരി കുരുമുളക് പൊടി ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്തിട്ടുള്ളൂ, കുറേ ഒന്നുമില്ലേ. അപ്പോൾ അതും കൂടി കൊണ്ടുപോയി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. മുട്ടയൊക്കെ പിന്നെ എല്ലാവർക്കും കഴിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ആളെണ്ണം ഓരോന്ന് വെച്ചിട്ട് പുഴുങ്ങി എടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഇപ്പച്ചി പോണത് നോക്കിയിട്ട് മക്കൾ 2 ഇവിടെ ഇരിക്കണ്ടേ. അജു നേരത്തെ മദ്രസക്ക് വയ്ക്കണേ. ജനുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഓന് ഈ ഇമ്മരപ്പടിമേര് ഇവിടെ ഇരുന്നിട്ട് കഴിക്കണം പറഞ്ഞിട്ട് ആണ് അവിടെ ഇരുന്ന് കഴിക്കണം കേട്ടോ. ഇമ്മരപ്പടിമേരുന്ന് തിന്നാൻ പാടില്ല എന്നൊക്കെ പറയണ കേൾക്കുക. പക്ഷേ ഓനിന്നിപ്പോൾ അവിടെ തന്നെ ഇരിക്കണം എന്നൊരു വാശി. എന്നാൽ പിന്നെ അവിടെ ഇരുന്ന് ഓന് കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ച്. എനിക്ക് ഇപ്പോൾ 1-2 ദിവസമായിട്ടേ ജനുക്കുട്ടിനെ കാണുമ്പോൾ എനിക്ക് ഒരു 1.5 വയസ്സുകാരനില്ലേ, രണ്ടാനച്ഛൻ്റെ ക്രൂരതയിൽ കൊല്ലപ്പെട്ട ഇപ്പം ന്യൂസിലൊക്കെ കാണണേ ആ ഒരു രംഗം ഓർമ്മ വരും കേട്ടോ. ആ ഒരു കുഞ്ഞിനെങ്ങനെ ഓർമ്മ വരും ജനുക്കുട്ടനെ കാണുമ്പോൾ കേട്ടോ. അപ്പം അവർ എല്ലാവരും മനസ്സും പിടിച്ച് കൊൽക്കണ ഒരു ഇടങ്ങേറായൊരു സംഭവമായി പോയില്ലേ അത്. എനിക്ക് ജനുമോനെ കാണുമ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ ഓർമ്മ വരും കേട്ടോ. അതേക്കൊരു പ്രായം ജനുമോനെ കുറച്ചും കൂടി ഉണ്ട്. ആ കുട്ടി 1.5 വയസ്സായിട്ടുള്ളൂ. അത്രയും ഇല്ലാത്ത ചെറിയ കുട്ടിയല്ലേ. ഹലോ, അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. നമ്മൾ പിന്നെ ഒരാളെ ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരും കുറേ ചേർത്തുക്കണം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തടി കുറക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിന് മാത്രം തടിയൊന്നും ഇല്ലല്ലോ. ഞാൻ ആ കമൻറ്റ് കേട്ട് വല്ലാണ്ട് കേട്ടോ ആസ്വദിച്ച് സുഖിച്ചിട്ടുണ്ടേനി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയ തടിയില്ലാന്ന് കേൾക്കണം. തടി നന്നായി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറങ്ങാറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന ആളായതുകൊണ്ട്
ഞാൻ ഇങ്ങനെ വെയിറ്റ് കൂട്ടാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതുകൊണ്ട് രാത്രി ഫുഡൊക്കെ നേരത്തെ കഴിച്ച് അങ്ങനെ കൊണ്ടെടുക്കണമെന്നുള്ളൂ. എനിക്ക് ഇതിലേറെ തടി കൂടരുത് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം, അതിന് വേണ്ടിയിട്ട്. പിന്നെ നല്ല മഴയാണ്. അപ്പം കോഴിയൊക്കെ പാവം മഴ പെയ്തിട്ട് ഒരു തണൽ മഴ കൊള്ളാത്തൊരു സ്ഥലം നോക്കിയിട്ട് ഇവിടെ വന്ന് കയറിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോഴേക്കും പോയി. ഇവിടെ ഒരാൾ മഴ ഇരുന്ന് ആസ്വദിക്കണേ, ഒറ്റക്കങ്ങടെ ഇരുന്ന് ആസ്വദിച്ചാലും പോരാ, ഇനിയും വിളിച്ച് വരുത്തിക്കുക. അങ്ങനെ ചായ എടുക്കണോടത്തുനിന്ന് ഞാൻ വേഗം ചായയും കുടിച്ച് വന്നതാണ് കേട്ടോ. അപ്പം ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാനത് കുടിച്ച് ഫുള്ളാക്കിയിട്ടില്ല. അപ്പോഴത്തേനും ഇവിടെ നിന്ന് വിളിച്ച് തൊയിലും കെടുത്തിയിട്ട് ഓൻ്റെ കൂടെ ഇരുന്ന് മഴ ആസ്വദിക്കാനാണ്. ഇവിടെ ഇരുന്നപ്പോഴല്ലേ സംഗതി മനസ്സിലായത്. ചെക്കന് മഴ കണ്ട് ആസ്വദിക്കാനുള്ള പൂതിയോട് വിളിച്ചു വരുത്തിയതൊന്നും അല്ല, വല്ല മയത്ത് ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു വരുത്തിയതാണ്. തക്കം പാർത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനത് സമ്മതിക്കണില്ല എന്ന് കണ്ടപ്പോൾ അറ്റംപ്റ്റ് 2. ഇന്ന് മഴയത്തിറങ്ങാനുള്ള 101 അടവുകൾ എൻ്റെ കുട്ടി കാണിച്ചു തരും കേട്ടോ. ഞാൻ ഒരുവിധമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കണേ. രണ്ടാമത്തെ അറ്റംപ്റ്റ് എന്താ വെച്ചാൽ ഇവിടെ ഷീറ്റിലുള്ള വെള്ളം കുത്തിക്കളയാണ് കേട്ടോ എൻ്റെ കുട്ടി. അങ്ങനെയെങ്കിലും കുറച്ച് മഴ കൊള്ളാലോ എന്നുള്ളതാണ് എൻ്റെ കുട്ടീൻ്റെ കാര്യം കേട്ടോ. എൻ്റെ കുട്ടിക്ക് കൈയായിട്ട് കാക്കുത സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ഇങ്ങനെയാണ് കുത്തേണ്ടത്, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാതും കൊണ്ടേ കാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും എന്തെങ്കിലും ഇതേപോലത്തെ ലക്ഷണഘട്ട പരിപാടിയൊക്കെ കാട്ടി കൊടുക്കുക എൻ്റെ മറ്റു 2 ഉഷാറായി കേട്ടോ. അപ്പം ഇന്ന് ബീഫ് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ സ്കൂൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇനി കുട്ടി മദർസ് കഴിക്കണം കേട്ടോ. ബീഫ് ഫ്രൈ ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല, ആ അങ്ങനെ വരട്ടി ഫ്രൈ ആയത് അങ്ങനെ, അല്ലാതെ ഞാൻ എണ്ണയിൽ മുക്കി പൊരിച്ച് ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് 2 ഒക്കെ ആക്കി കൊടുത്തു കേട്ടോ. ഇപ്രാവശ്യം കൂട്ടാൻ മാത്രവും വാട്ടർ ബോട്ടിലും ഒന്നും പുതിയതല്ല. വാട്ടർ ബോട്ടിൽ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ആ ലാസ്റ്റ് 2 മാസം മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ പുതിയ വാങ്ങണ്ടല്ലോ. അപ്പം ഇതന്നെ മതി ഈ കൊല്ലത്തിന്. ചിലപ്പോൾ ഈ കൊല്ലം ഇത് കേടന്നിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേനും അല്ല എങ്ങനെയെങ്കിലും കേട് വരുത്തും, അടുത്തോ അല്ലെങ്കിലും പുതിയത് കിട്ടുമല്ലോ എന്നുള്ളതിന്. പറ്റ കേട് വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊടുക്കും കേട്ടോ. ഉപയോഗം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അത് കൊടുത്തേക്കും. പുറത്താണെങ്കിൽ നല്ല മഴ ഇങ്ങനെ ചെന്നം പിന്നം പെയ്തുകൊണ്ടിരിക്കണേ, ഇടയ്ക്കൊന്ന് തക്കുണ്ടാവും, പിന്നെയും പെയ്യും അങ്ങനെ. അപ്പം ഇന്നലെ ഞാൻ കുറച്ച് ബീഫ് എടുത്ത് വെച്ച് അത് ഇന്നലെ തന്നെ കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ കുട്ടികൾക്ക് ആക്കി കൊടുക്കാനുള്ളതേ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇന്ന് 2 പാത്രത്തിലുള്ള ബീഫ് എടുത്ത് പുറത്ത് വെച്ചിരിക്കണേ. ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇന്ന് 2 പാത്രം എടുത്തതെന്ന് വെച്ചാൽ ഒന്നിലധികം നെയ്യാണ് കേട്ടോ. ഈ നെയ്യൊക്കെ ഞാൻ എടുക്കൂല കേട്ടോ. നെയ്യ് ഇവിടെ കുഞ്ഞുട്ടിക്കും മിനിക്കൊക്കെ നെയ്യ് അധികമായ ഭയങ്കര വയറുവേദനയ്ക്കാരം. പിന്നെ ഇവിടെ കുറച്ച് വിറകുണ്ടായിന് കേട്ടോ. ഒന്ന് എൻ്റെ അമ്മ കൊണ്ടുവന്നിട്ട വിറക് ബാക്കിയൊക്കെ കത്തിച്ച് ഇത്ര കുറച്ച് ബാക്കിയായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ മഴ ഇനിയിപ്പോൾ ഇടക്കും നിലക്കും മഴ തന്നെ കാരണം അടുപ്പ് കത്തിക്കാനൊന്നും ഒഴിവുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മഴയും കൊണ്ട് ചെറുതായിട്ട് ചാരൽ മഴയുണ്ട്, ആ മഴയും കൊണ്ട് ഇവിടുത്തെ ആ വിറകൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ജനിക്കുട്ടന് പുറത്തിറങ്ങി കളിക്കാനൊരു പൂതി കാണുന്ന സമയത്ത്, നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ടൊക്കെ ഓന് വേണമെങ്കിൽ കളിക്കാമല്ലോ. ഇവിടെ കൊണ്ടുവന്ന ഇപ്പച്ചിനെ നല്ല വലയാണ്, ചീത്ത കിട്ടുക എനിക്ക്. ഇങ്ങോട്ട് കയറിക്കോ, പനി പിടിച്ചു. ഇങ്ങോട്ട് കയറട്ടെ, അകത്തേക്ക് കയറട്ടെ, കയറി. അങ്ങനെ 3ാമത്തെ അറ്റംപ്റ്റും പാളിയ സ്ഥിതിക്ക് 4ാമത്തെ പരിപാടി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സൈക്കിൾ ചെയ്യുക. എല്ലും തോലിയായി വെല്ലും ബ്രേക്കും ഇല്ലാത്ത വെറുതെ ആ മുറ്റത്ത് മഴയും വെയിലും കൊണ്ട് നടന്നിരുന്ന സൈക്കിള് ഇപ്പോൾ ഓനത് കഴുകണത്രേ. അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കഴിക്കലാണ് ഉദ്ദേശം. പിന്നെ ഞാനും എൻ്റെ ക്യാമറ കണ്ടും ഇത് കണ്ടിക്കണമെന്ന് മനസ്സിലായപ്പോൾ ആൾ ഡീസൻ്റായി. മഴ കൊണ്ടാലല്ലേ ഞാൻ ചീത്തറിയുള്ളൂ, മഴ കൊള്ളൂലല്ലോ, തലയിൽ കവറിട്ടാൽ മഴ കൊള്ളൂലല്ലോ. അപ്പോൾ തലയിൽ കവറിട്ടിട്ട് ആണ് ബാക്കി പരിപാടി. ഈ 3-4 അടവൊന്നുമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറെയും കുറച്ച് അടവുകളൊക്കെ ഉണ്ടായിന് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കണ്ട് കുറേ ഞാൻ ചിരിച്ചിരിക്കണേ. മഴ കൊണ്ട് പനി പിടിച്ചുവല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എനിക്ക് അയക്കാതെ നിൽക്കണേ കേട്ടോ. പക്ഷേ ഓനെങ്ങനെയെങ്കിലും ഇറങ്ങാനുള്ള എല്ലാവിധ പരിപാടികളും ഒപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരുത്തന് കുട നനക്കണ്ടേ വിചാരിച്ച് കണ്ട് നനഞ്ഞു പോവാൻ നിൽക്കേന് കേട്ടോ. അതിൽ ഞാൻ പറഞ്ഞ് കുടക്കെടുത്ത് ആൾ പോയിക്കണേ. അങ്ങനെ വണ്ടി കഴുകൽ കഴിഞ്ഞു, ഇഞ്ഞ് തലയിലിട്ട കവർ കഴുകലാണ് കേട്ടോ. അങ്ങനെ നീക്കുട്ടി സ്കൂളിട്ട് വന്ന് അപ്പോൾ
ഓൾക്ക് യൂണിഫോം അടിച്ചാൻ കൊടുത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. അജുവിന് ഒരു കൂട്ടം കഴിഞ്ഞ വർഷത്തെ ഉണ്ട്, കഴിഞ്ഞ വർഷം ഞാനൊന്ന് അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അജു യൂണിഫോമൊക്കെ ഇട്ട് പോയിക്കണത്. ഇന്ന് മുതൽ യൂണിഫോം നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിലൊക്കെ വിട്ടിക്കണ്. പക്ഷെ അവളെ യൂണിഫോം കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്നും കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പറഞ്ഞേക്കണത്. മുടി കെട്ടുകയാണേ, മുടി കെട്ടുമ്പോൾ എപ്പോഴും ഞങ്ങൾ തമ്മിൽ കച്ചറയിക്കാരെ. ഓള് കുറച്ച് മോഡേണാ, ഓൾക്ക് മോഡേൺ രീതികളൊക്കെ വേണം. പക്ഷെ ഞാൻ കുറച്ച് പഴയതല്ലേ, എനിക്ക് ഒരു 3-4 ഹെയർ സ്റ്റൈൽ അറിയുള്ളൂ. ഞാനത് വെച്ച് അങ്ങനെ കാച്ചും. അങ്ങനെ ആൾ ടാറ്റൊക്കെ തന്ന് സ്കൂൾ പോയിക്കണേ. ബസ് കയറ്റാനൊന്നും ഇന്ന് പോയിട്ടില്ല കേട്ടോ. കാരണം സെനിക്കുട്ടന് ഇങ്ങനെ മയത്ത് കളിയും അതൊക്കെ ആയതുകൊണ്ട് ഞാന് വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം അവിടെ മഴ കൊള്ളാത്തോടത്തിരുന്ന് ഷൂ കഴുകലൊക്കെ ഉണ്ടോ. ഇപ്പച്ചിൻ്റെ ഇന്നലെ പണിക്കിട്ട ഷൂ ഒക്കെ കഴുകി വൃത്തിയാക്കി പാവൻ്റെ കുട്ടി തന്നിക്കണേ. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആകെ നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ടേനു. അതിൽ ഞാൻ കുളിപ്പിച്ച് ആളകത്ത് കയറ്റിയിട്ടോ. ഇപ്പം ആൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. കാരണം 4:15 നീച്ച് തുടങ്ങിയതാണല്ലോ യുദ്ധം. അപ്പോൾ അതുകൊണ്ട് തോളിൽ കിടന്നിട്ട് വെല്ലം ഉറങ്ങിയിട്ടോ. പിന്നെ നിയമോളും അജുവൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓനാകെ വെറിയാണ് കേട്ടോ. കാരണം 2 മാസം ഓലിങ്ങനെ പിന്നാലെ ഉണ്ടേനു. ഏറെ നിയമോളാണ് കേട്ടോ. നിയമോളാണ് ഓൻ്റെ എപ്പോഴും ഇങ്ങനെ കൊണ്ടടക്കൽ. അങ്ങനെ ഓൻ ഉറങ്ങി. ഓൻ ഉണരുമ്പോഴത്തേന് എൻ്റെ ബാക്കി എല്ലാ പണികളും തീർക്കണം. അല്ലെങ്കിൽ ഓൻ വീണ്ടും മഴയത്ത് കറങ്ങൽ തുടങ്ങുവേ. അപ്പം ഞാൻ ആദ്യം ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേനോ, അതൊക്കെ കഴുകി കട്ട് ചെയ്ത് അത് കുക്കറിൽ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഇന്ന് ചോറ് വെക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണി ഉണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ ആ അപ്പുണ്ടല്ലോ, അതും ഒന്ന് ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇന്ന് ഉച്ചക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വൈകുന്നേരത്തിന് കുഞ്ഞുട്ടിയൊക്കെ പണി ചെയ്യുന്ന സമയത്ത് അപ്പോൾ ചൂട് കൊടുക്കണ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ് വേഗം വൈകുന്നേരത്ത് ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലാണ്. ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി വേഗം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എൻ്റെ അലക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് എഴുതണേ. ഇപ്പോൾ ഞങ്ങളൊക്കെ കമൻറ്റ്സ് ചെയ്തൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള എനർജിയും കുറവാണ് കേട്ടോ. നിങ്ങൾ കമൻറ്റ് എഴുതുമ്പോഴേ ഉള്ളൂ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിക്കോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം കേട്ടോ. അപ്പം ശരി, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും. Bye bye.